ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിലെന്തെങ്കിലും കോപ്പിറൈറ്റ് വരുമോ എന്ന് തുടക്കക്കാർക്കായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനും ഹായ്, എൻ്റെ പേര് ഷെറിൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വിഷയമെന്ന്, എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്ന്. അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നും എങ്ങനെയാണ് ഓഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിലെന്തെങ്കിലും കോപ്പിറൈറ്റ് വരുമോ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മൾ യൂട്യൂബ് തുടങ്ങിയ തുടക്കക്കാർക്കായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ അറിയാം, പക്ഷേ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയാണ് ചേർക്കുക എന്ന് ഞാനും അന്വേഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനും ഇങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പം ഞാനിങ്ങനെ ChatGPTയോട് ചോദിച്ചും അങ്ങനെ ഒരുപാട് മനസ്സിലാക്കിയിട്ടാണ് അപ്പം ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനും ഒരു തുടക്കക്കാരിയാണ്. അപ്പോൾ ഞാനും യൂട്യൂബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെയാണ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വീഡിയോയിൽ മ്യൂസിക്കൊക്കെ ചേർക്കുക എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി അറിയട്ടെ, എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുൻപ് ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലാദ്യം ചെയ്യേണ്ടുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ളവർ അതൊന്ന് ഓഫാക്കി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അത് സെറ്റിങ്സിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിനകത്ത് ആപ്പ് ഇൻഫോയ്ക്കകത്ത് ഈ ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്നുള്ളത് ഓഫാക്കി ഇടണം. അപ്പോൾ ഞാനത് നേരത്തെ തന്നെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ ഓഫായി കാണുന്നത്. ഇനി ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് youtube-studio.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെബ്സൈറ്റ് മോഡിൽ ഇങ്ങനെ ഓപ്പണായി കിട്ടത്തില്ല. കാരണം നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മറ്റേത് ഓഫാക്കിയിട്ടത്. അതിൽ മുകളിലൊരു ആരോ മാർക്ക് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് മോഡാക്കണം. അതിന് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. എനിക്ക് 2 ചാനലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ചാനലിലോട്ട് പോകണം. അപ്പോൾ സ്വിച്ച് ചെയ്യുകയാണ് ഞാൻ. അക്കൗണ്ട് സ്വിച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ ചാനലിലേക്ക് പോവുകയാണ്. പിന്നെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ എൻ്റെ ചാനലിലോട്ട് എത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഉള്ള സൈഡിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ഓഡിയോ ലൈബ്രറി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ മ്യൂസിക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏത് മോഡ് വേണേലും ആക്കി കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ട്രാക്ക് ടൈറ്റിലൊക്കെ അറിയാമെങ്കിൽ അതിനവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതൊക്കെ കിട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പോപ്പ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ പോപ്പിൻ്റെ ടൈപ്പിലുള്ള മ്യൂസിക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ ഫിൽറ്ററിൽ മോഡ് തിരഞ്ഞെടുക്കുകയാണ്. അവിടെ കൊണ്ടുവന്ന് കഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളത് വേണേലും എന്ത് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, ഇപ്പോൾ ഏത് വേണേലും കാം ആണെങ്കിൽ അങ്ങനത്തുള്ള മ്യൂസിക്കൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് ആ ടൈപ്പിലുള്ള മ്യൂസിക്കൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനതിലൊരു മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ഒരു വാർണിംഗ് സൈൻ കാണിച്ചില്ലേ, അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എന്താ സി സി എന്നാണ് കാണിക്കുന്നത്. അതായത് ക്രിയേറ്റീവ് കൊമോൺസ് ലൈസൻസുള്ള മ്യൂസിക്കാണ്.
എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ നെയിമും ട്രാക്ക് നെയിമും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അത്രയേ ഉള്ളൂ. കൊടുക്കാതിരുന്നാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. വേറെ പ്രശ്നമൊന്നുമില്ല. യൂട്യൂബ് തന്നെ അത് കോപ്പി ചെയ്യാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതപ്പം കോപ്പി ചെയ്തിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊണ്ടുവന്ന് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്താൽ മതി. എനിക്ക് ആവശ്യമുള്ള 2-3 മ്യൂസിക് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.